ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റിലെ മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് എത്ര ബാഗ് സിമെൻറ്റ് വേണം, എത്ര CFT സാൻഡ് വേണം, എത്ര CFT അഗ്രിഗേറ്റ് വേണം, എത്ര ലിറ്റർ വെള്ളം വേണം, ആ ഒരു ഡിസ്കഷനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ നമുക്ക് എത്ര M³ കോൺക്രീറ്റ് ഉണ്ടെന്ന്, അത് അതിൻ്റെ വോളിയം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഒരു ഫൂട്ടിങ് എന്താണെങ്കിലും വോളിയം കണ്ടുപിടിക്കുന്ന ഒരു ഇതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. അതിൻ്റെ നീളം, വീതി, ഹൈറ്റ് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം കിട്ടും. ഒരു ഫൂട്ടിങ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്യുക, പിന്നെ അതിൻ്റെ ഡെപ്ത് എത്രയാണോ അതും കൂടി ചെയ്യുക. ഇതുപോലെ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൽ നമ്മൾ എടുക്കുന്നത് ഒരു 1 M³ കോൺക്രീറ്റ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ വോളിയം കിട്ടിയത് ഇപ്പോൾ 2.5 അല്ലെങ്കിൽ 3 എന്നാണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് 1 M³ എത്രയാണ് കിട്ടിയത്, എല്ലാം സിമെൻ്റ് ആണെങ്കിലും സാൻഡ് ആണെങ്കിലും എല്ലാം ഇൻറ്റു നിങ്ങളുടെ എത്ര M³ ആണോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇതിൽ 1 M³ വെച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് അറിയണം. ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ്, M15 ആണോ M20 ആണോ എന്താണെന്നുള്ളത്. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ M20 ആണ് ഇവിടെ എടുക്കുന്നത്. M20യുടെ മിക്സ് റേഷ്യോ വരുന്നത് 1:1.5:3. അതായത് ടോട്ടൽ വോളിയത്തിൻ്റെ ഒരു പാർട്ട് സിമെൻറ്റ്, 1.5 പാർട്ട് സാൻഡും 3 പാർട്ട് അഗ്രിഗേറ്റും ആയിരിക്കും. പിന്നെ നമ്മളെല്ലാ മെറ്റീരിയലിൻ്റെയും ഡെൻസിറ്റി അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ഓരോന്നും എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ് അറിയേണ്ടത്. അത് നോർമലി 0.5 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ മെറ്റീരിയലും അതായത് സിമെൻ്റ് എത്ര, സാൻഡ് എത്ര, സാൻഡ് എത്ര, അത് നമുക്ക് നോക്കാം. ഓരോ മെറ്റീരിയലായിട്ട് നമുക്ക് എടുത്തെടുത്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സിമെൻറ്റ് M20 മിക്സിൽ വരുമ്പോഴത്തേനും ഒരു പാർട്ടാണ് ടോട്ടലിൽ വരുന്നത്. നമ്മളിപ്പോൾ ഒരു M³ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു M³ സെറ്റായതിന് ശേഷം കോൺക്രീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഒരു ഡ്രൈ മിക്സ് എടുക്കുമ്പോഴത്തേനും ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ വേണം. സെറ്റ് ആകുമ്പോഴത്തേനും കുറച്ച് കോമ്പാക്ട് ചെയ്ത് അതിൻ്റെ വോളിയം കുറയുമല്ലോ. അപ്പോൾ നമ്മൾ ഡ്രൈ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടാകണം. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.54 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു M³ ആണെങ്കിൽ ഇൻറ്റു 1.54, നിങ്ങൾക്ക് രണ്ടാണെങ്കിൽ 2 × 1.54, അങ്ങനെ 1.54 എന്നൊരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേഷൻ എല്ലാം ചെയ്യുന്നത് 1.54 M³ എന്നുള്ള രീതിയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1440 kg/M³ ആണ്. അതായത് ഒരു M³ സിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് 1440 ആയിരിക്കും എന്നാണ്. സിമെൻറ്റ് മാത്രം, മീൻസ് കോൺക്രീറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ ഒരു M³ സിമെൻറ്റ് മാത്രം എടുത്താൽ അതിൻ്റെ വെയിറ്റ് ഇതായിരിക്കും. പിന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ സിമെൻറ്റിൻ്റെ വോളിയം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷൻ ഓഫ് സിമെൻറ്റ് ബൈ ടോട്ടൽ പോർഷൻ, അതായത് സിമെൻറ്റ് ഒരു പോർഷനുള്ള ടോട്ടൽ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1.5 + 3. അപ്പോൾ 1 4 + 1.5 5.5 വരും. അപ്പോൾ 1/5.5 ഇൻറ്റു നമ്മുടെ വോളിയം 1.54, അപ്പോൾ 0.28 M³ ആണ് സിമെൻറ്റിൻ്റെ വോളിയം നമുക്ക് കിട്ടും. സിമെൻറ്റ് നമ്മൾ വോളിയത്തിലല്ല ബാഗായിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ എത്ര ബാഗ് സിമെൻറ്റ് വേണം എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെൻസിറ്റി നമുക്കറിയാം 1440 ആണ്. അപ്പോൾ ഒരു M³ 1440 കിലോ. അപ്പോൾ 0.28 M³ എത്രയായിരിക്കും, ഇൻറ്റു 1440 ചെയ്യുമ്പോൾ 403 കിലോ എന്ന് കിട്ടും നമുക്ക്. ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോ ആണ്. അപ്പോൾ 403/50 ചെയ്യുമ്പോൾ 8.06 കിട്ടും. റൗണ്ട് ചെയ്ത് 8 എന്നുള്ള രീതിയിൽ എടുക്കും. അപ്പോൾ നമുക്ക് ഒരു M³ M20 മിക്സിന് വേണ്ട സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 8 ബാഗ് സിമെൻറ്റ് എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് സാൻഡിൻ്റെ കാര്യം നോക്കാം. സാൻഡിൻ്റെ കാര്യം വരുമ്പോൾ 1.5 പാർട്ടാണ് സാൻഡ് വരുന്നത് ടോട്ടൽ പോർഷനിൽ. സാൻഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 1600 kg/M³ വരും. അപ്പോൾ സാൻഡ് നേരത്തെ സെയിം ഫോർമുല തന്നെ ഉപയോഗിച്ച് നമുക്ക് സാൻഡിൻ്റെ ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ പ്രൊപ്പോർഷൻ ഓഫ് സാൻഡ് മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളൂ. നേരത്തെ പോലെ ചെയ്യുമ്പോൾ 1.5 / 5.5 ഇൻറ്റു 1.54 വോളിയം കൂടി ചെയ്യുമ്പോൾ നമുക്ക് 0.42 M³ എന്ന് കിട്ടും. സാൻഡ് പൊതുവെ നമ്മൾ CFTയിലാണ് കണ്ടുപിടിക്കാറും ഓർഡർ ചെയ്യാറും ഒക്കെ. അപ്പോൾ M³ CFTയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 35.315 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 14.83, അത് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 15 CFT എന്ന് നമ്മളെടുക്കും. പിന്നെ നമുക്കിപ്പോൾ സാൻഡിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് CFTയിലല്ല KG അല്ലെങ്കിൽ ടണ്ണിലൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ
പുറത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നോർത്തിലേക്കൊക്കെ പോകുമ്പോഴും ടണ്ണിലാണ് സാൻഡും അഗ്രിഗേറ്റും ഒക്കെ ഓർഡർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ കിലോയിലേക്ക് മാറ്റും. 1600 കിലോ പെർ എം ക്യൂബാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു. ഒരു എം ക്യൂബിന് വേണ്ടത് 0.42 എം ക്യൂബാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 672 കിലോ എന്ന് കിട്ടും. ഒരു എം ക്യൂബ് കോൺക്രീറ്റിന് വേണ്ട സാൻഡാണ്. ഇനി അതുപോലെ നമുക്ക് അഗ്രിഗേറ്റിലേക്ക് കിടക്കാം. അഗ്രിഗേറ്റും ഈ സാൻഡിൻ്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. പ്രൊപ്പോർഷൻ മാത്രം മാറി. നേരത്തെ 1.5 വരുന്നത് ഇപ്പോൾ 3 പാർട്ടിലേക്ക് മാറി. ഇതിൻ്റെ അഗ്രിഗേറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1520 ആണ്. കണ്ടുപിടിക്കുന്നത് സെയിം ഫോർമുല, പ്രൊപ്പോർഷൻ മാത്രം ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 3/5.5 ഇൻറ്റു അതിൻ്റെ വോളിയം 1.54, അപ്പോൾ 0.84 എം ക്യൂബ് എന്ന് കിട്ടും. അതിനെ നമുക്ക് CFTയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 0.84 ഇൻറ്റു 35.315 29.66 നമ്മൾ അപ്രോക്സിമേറ്റ് 30 CFT എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. അതുപോലെ അതിനെ കിലോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1520 കിലോ പെർ എം ക്യൂബാണ് അതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. അതിനെ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1277 കിലോഗ്രാം എന്ന് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ നോക്കാം. വെള്ളം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വെള്ളം ടു സിമെൻറ്റ് റേഷ്യോ. നോർമലി അത് 0.5 ആണ് കൺസിഡർ ചെയ്യാറ്. സിമെൻറ്റിൻ്റെ വെയിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 403.2 kg എന്നാണ്. അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 200 കിലോ അപ്രോക്സിമേറ്റ് ആയിട്ട്. 0.5 ഇൻറ്റു 403 ഇൻറ്റു 201.6 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ് 200 കിലോ. 1 ലിറ്റർ വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ ആണ്. അങ്ങനെ നോക്കുമ്പോൾ 200 കിലോ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 200 ലിറ്റർ വെള്ളമാണ് വേണ്ടതെന്ന് കിട്ടി. അപ്പോൾ നമുക്കെല്ലാം കിട്ടി. വെള്ളം, സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റ്, വെള്ളം എല്ലാം കിട്ടി. നമുക്ക് മൊത്തത്തിലൊന്ന് ഒരു കൺക്ലൂഷൻ പോലെ നോക്കാം ഒരു ടാബുലർ ഫോമിൽ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 4 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ വേണ്ടി വന്നത്. അപ്പോൾ ആദ്യത്തെ സിമെൻറ്റ് ഫോർ 1 എം ക്യൂബ് M20 ഗ്രേഡ് കോൺക്രീറ്റിന് 8 ബാഗ് സിമെൻറ്റ്, 15 CFT സാൻഡ്, 30 CFT അഗ്രിഗേറ്റ്, 200 ലിറ്റർ വെള്ളം. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം സംഭവം നമ്മളിപ്പോൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഇതൊരു എക്സൽ ഷീറ്റിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും. മീൻസ് വോളിയം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതായത് 1.5 എം ക്യൂബ്, അതിൻ്റെ ഗ്രേഡ് M20 അല്ലെങ്കിൽ M25 ഏതാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോന്നിൻ്റെയും വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനത്തെ ഒരു എക്സൽ ഷീറ്റാണ് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. ഞാനത് അതിൻ്റെ ഒരു എക്സൽ ഫയൽ ഷെയർ ചെയ്ത് തരുകയും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ അതാണ് പ്ലാൻ ചെയ്യുന്നത്. താങ്ക് യു.